നമ്മുടെ ഈ കൊച്ചു കേരളത്തെ ഓരോ മണിക്കൂറും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. എമ്പുരാൻ എന്ന സിനിമയിലൂടെ ഓരോ മണിക്കൂറും പ്രേക്ഷകർ തന്നെ അത്ഭുതപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. കാരണം എമ്പുരാൻ എന്ന സിനിമ മോഹൻലാലിന്റെ തിരിച്ചുവരവ്, ആ രാജകീയമായ തിരിച്ചുവരവ് ബോക്സ് ഓഫീസിൽ അടയാളപ്പെടുത്തുകയാണ് നമ്മുടെ സ്വന്തം പ്രേക്ഷകർ. മലയാളി പ്രേക്ഷകരുടെ ടിക്കറ്റ് ഡിമാൻഡ് കാണുമ്പോൾ ഞെട്ടുകയാണ്. കാരണം കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് 9 മണിക്കാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത്. ഏതാണ്ട് 7 മണിക്കൂർ എത്തുമ്പോൾ 6.31 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം അഡ്വാൻസ് നേടിയിരിക്കുന്നു. ഓരോ മണിക്കൂറിനും ഓരോ കോടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഞെട്ടിപ്പിക്കുന്ന വിധമാണ്. വേൾഡ് വൈഡിൽ ഏതാണ്ട് 25 കോടിയോളം ആയിട്ടുണ്ട് എന്നാണ് ട്രേഡ് ഏജൻസികളുടെ ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ലിയോയൊക്കെ ആണല്ലോ ടോപ്പിൽ കേരളത്തിൽ നിൽക്കുന്നത്. എന്നാൽ ലിയോയുടെ ആദ്യ ദിവസത്തെ ടോട്ടൽ സെയിലാണ് വെറും 7 മണിക്കൂർ കൊണ്ട് എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. ഇതൊക്കെ എന്താണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത്ഭുതം മാത്രമാണ് പറയാനുള്ളത്. ലിയോ എന്ന ചിത്രം ഫുൾ ഡേ സെയിലിലൂടെ 5.86 കോടിയായിരുന്നു നേടിയത്. ഏതാണ്ട് 56.66% ഒക്യുപ്പൻസിയിൽ 2410 ഷോകളിൽ നിന്നാണ് ഇത് നേടിയത്. എന്നാൽ 7 മണിക്കൂറേക്ക് അടുക്കുമ്പോഴേക്കും എമ്പുരാൻ അതൊക്കെ മറികടന്നിരുന്നു. 6.31 കോടിയാണ് ഏറ്റവും അവസാനം ലഭിച്ച റിപ്പോർട്ടുകൾ അവർ നൽകുന്നത്. ഇതിനും മുകളിലേക്കായിരിക്കും ഇപ്പോൾ സഞ്ചരിക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ എമ്പുരാന്റെ ഒരു ടിക്കറ്റ് ബുക്കിംഗിന്റെ റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ സിനിമാക്കാരൊക്കെ ഏറ്റെടുത്തിരുന്നു. ഒരു മണിക്കൂറിൽ 93.50K ടിക്കറ്റുകൾ വിൽക്കുന്നുവെന്ന ബുക്ക് മൈ ഷോയുടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അത് നമ്മുടെ സിനിമയിലുള്ള മെയിൻ താരങ്ങളും സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ് അവർ സോഷ്യൽ മീഡിയയുടെ പോസ്റ്റ് ചെയ്തത്. അവർക്ക് പോലും ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ് എമ്പുരാനിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ വിരോധികൾ പോലും ഇത് സമ്മതിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നത്. സാധാരണ മോഹൻലാൽ ആരാധകർ ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മോഹൻലാൽ വിരോധികൾ സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. ഇതൊക്കെ ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അവർ പോലും ഈ റിപ്പോർട്ടുകൾ പങ്കുവയ്ക്കുന്നു എന്നതാണ് ഇന്നേ ദിവസം കാണാൻ സാധിക്കുന്നത്. ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഒന്നും ഫേക്ക് അല്ല, എല്ലാം ഒറിജിനൽ റിപ്പോർട്ടാണ്, എല്ലാം പ്രൂഫ് സഹിതമാണ് പുറത്തുവിടുന്നത്. അപ്പോൾ ഉറപ്പാണ് കത്തിക്കും കത്തിച്ചിരിക്കും എമ്പുരാൻ എന്നത്. ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് എത്തിയത് സാക്ഷാൽ ദീപക് ദേവാണ്. മലയാള സിനിമയിൽ ഇന്ന് പ്രധാന ചർച്ചാ വിഷയം എമ്പുരാൻ എന്ന സിനിമയാണ്. ഏറെ കാത്തിരിപ്പുകൾക്കൊടുവിൽ സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ അതും സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കി കഴിഞ്ഞിരുന്നു ആരാധകർ. മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസും ഗംഭീരമായ വിഷ്വലുകളുമെല്ലാം ആഘോഷിക്കുമ്പോൾ അതിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ദീപക് ദേവിന്റെ സംഗീതം. ട്രെയിലറിന്റെ പൾസ് എന്നാണ് ദീപക് ദേവിന്റെ സംഗീതത്തെ എല്ലാവരും വിളിച്ചത്. ഇപ്പോൾ സിനിമയുടെ സംഗീതത്തെക്കുറിച്ച് ഒരു ആരാധകന്റെ ചോദ്യം, അതിന് ദീപക് ദേവ് കൊടുത്ത മറുപടിയുമാണ് വൈറലാകുന്നതും. എല്ലാം അണ്ണന്റെ കയ്യിലാണ്, കത്തിക്കണം എന്നാണ് ആരാധകൻ ദീപക് ദേവിനോട് പറഞ്ഞത്. ഉടൻ കത്തും കത്തിക്കും കത്തിച്ചിരിക്കും എന്നായിരുന്നു ദീപക് ദേവിന്റെ പഞ്ച് മറുപടി. സിനിമയുടെ മേലുള്ള സംഗീത സംവിധായകന്റെ ഈ പ്രതീക്ഷ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു. അതേസമയം എമ്പുരാൻ മാത്രമല്ല, തൊട്ടുപുറയെത്താൻ പോകുന്ന തുടരും എന്ന ചിത്രവും പ്രേക്ഷകരുടെ ആകാംക്ഷയിൽപ്പെടുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് തുടരും എന്ന ചിത്രത്തിൽ നിന്നും ഒരു ലിറിക്കൽ ഗാനം കൂടി വരാൻ പോകുന്നു. എമ്പുരാൻ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച് റെക്കോർഡുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ പുറകെ എടുത്ത വെടിക്കെട്ടിന് തിരികൊളുത്തിയിരിക്കുകയാണ് തുടരും. സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി. US സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത്. 2 മണിക്കൂറും 46 മിനിറ്റുമാണ് സിനിമയുടെ റൺ ടൈം. എമ്പുരാനിൽ അതിശക്തമായ ഖുറേഷി എബ്രഹാമായി മോഹൻലാൽ എത്തുമ്പോൾ തുടരുമെന്ന സിനിമയിൽ നടൻ ടാക്സി ഡ്രൈവറായ ഷൺമുഖൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഇരു സിനിമകളിലും തീർത്തും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളായി നടൻ എത്തുമ്പോൾ അത് ആരാധകർക്ക് ഇരട്ടി സന്തോഷത്തിനുള്ള വക നൽകുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് പ്രകാരം എമ്പുരാൻ എത്തി നിൽക്കുന്നത് 7.40 കോടി എന്ന സംഖ്യയിലാണ്. പ്രീവിയസ് റെക്കോർഡുകളായ മോഹൻലാൽ റെക്കോർഡുകളെ തന്നെ മോഹൻലാൽ മറികടന്ന ഒരു ബോക്സ് ഓഫീസ് റിപ്പോർട്ടാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. ഇനിയും ചിത്രമിറങ്ങാൻ 6 ദിവസം ബാക്കി നിൽക്കുമ്പോഴാണ് ഈ റെക്കോർഡ്. മോഹൻലാലിന്റെ പ്രീവിയസ് റെക്കോർഡ് എല്ലാം അദ്ദേഹം തന്നെ തിരുത്തി കുറിച്ചിരിക്കുന്നു. ഇനി ഏറ്റവും മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ ലിയോ എന്ന വിജയ ചിത്രം മാത്രം 12 കോടി. എമ്പുരാൻ ഇപ്പോൾ 7.40 കോടിക്ക് മുകളിൽ നേടി നിൽക്കുകയാണ്. തൊട്ട് പിന്നിൽ KGF 2 7.30 കോടിയായിരുന്നു, അതിനെയും മറികടന്നു. മോഹൻലാലിന്റെ തന്നെ പ്രീവിയസ് റെക്കോർഡായിരുന്ന ഒടിയൻ 7.20 കോടി എന്നതാണ് മോഹൻലാൽ ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. ഒടിയന് താഴെ ബീസ്റ്റ് 6.70 കോടി, മരക്കാർ അറബിക്കടലിലെ സിംഹം 6.60 കോടി, പുഷ്പ 2 6.35 കോടി, ലൂസിഫർ 6.30 കോടി, ടർബോ 6.15 കോടി, ഭീഷ്മപർവം 6.15 കോടി, സർക്കാർ 6.10 കോടി. ഈ ഒരു ലിസ്റ്റിലേക്ക് എമ്പുരാൻ കയറി വന്നത് ചുമ്മാതങ്ങുമല്ല. കാരണം ഇന്ന് ബുക്കിംഗ് ഓപ്പണായി. ഇന്നേ ദിവസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ എമ്പുരാൻ എന്ന സിനിമ സെക്കൻഡ് പൊസിഷനിലെത്തി. ഇനിയും ദിവസം അവസാനിച്ചിട്ടില്ല, ഇനിയും ബുക്കിങ്ങുകൾ നടക്കും. അവസാന നമ്പറുകൾ എന്താണെന്ന് ചിലപ്പോൾ നമ്മളെ അതിശയപ്പെടുത്തുന്നതിലേക്ക് എത്തിയേക്കും. അതിനൊക്കെയായി നമ്മൾ കാത്തിരിക്കുന്നു.